യഹോവേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ കുറഞ്ഞു വരുന്നു. ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ഇന്ന് നാം നോക്കുകയാണെങ്കിൽ വേലക്കാരുടെ ഒരു കുറവ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. വേലക്കാർ കുറവെന്ന് മാത്രമല്ല, വേലക്കാർ അധികമാണ്. പക്ഷേ ബൈബിള് പറയുന്നു, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. അതിൻ്റെ അർത്ഥം സത്യവേലക്കാർ, സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്ന സത്യവേലക്കാർ ചുരുക്കമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ശ്രേഷ്ഠനായ കർത്തൃദാസൻ ബിഷപ്പ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ശരിക്കും പറയാൻ അറിഞ്ഞുകൂടാ, പഴയ പേര് ഡോക്ടർ KP യോഹന്നാൻ എന്നായിരുന്നു. അദ്ദേഹം കാലയവനിക്ക് പിന്നിലേക്ക് തിരോഭവിച്ചു. മെത്രാപ്പോലീത്തയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം ഒരു അപകട മരണം, അല്ലെങ്കിൽ ഒരു കൊലപാതകമായിരുന്നു. അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് യാത്രയായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ നന്മയുടെ പൊൻകിരണങ്ങൾ തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ പ്രാരംഭത്തിൽ ജ്വലിച്ച് പ്രകാശിക്കുകയുണ്ടായി. ഏതാണ്ട് 1 വർഷമോ 2 വർഷമോ കാലത്തോളം എനിക്കും അദ്ദേഹത്തിൽ നിന്ന് 250 രൂപ വെച്ച് എല്ലാ മാസവും ലഭിക്കാനിടയായി. അത് ഞാൻ ഹൈ റേഞ്ചിൽ പ്രവർത്തിക്കാനായിട്ട് പോയി. 91 ഞാൻ ഹൈ റേഞ്ചിൽ പ്രവർത്തിക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ 4-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് ബോസം കുരുവിള എന്ന് പറയുന്നൊരു പാസ്റ്ററുണ്ട്. ആ പാസ്റ്ററുടെ വീട്ടിൽ പ്രവർത്തനവുമായിട്ട് ചെന്ന എന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. ബോസം കുരുവിള പാസ്റ്ററുടെ അപ്പന് എന്നോട് വലിയ താല്പര്യമായി. എന്നോട് കൂടുതലായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങൾ തമ്മിൽ അങ്ങ് അടുത്തു. അപ്പോഴദ്ദേഹം ബോസം കുരുവിള പാസ്റ്ററോട് പറഞ്ഞു, മോനെ, KP യോഹന്നാൻ്റെ ഒരു സപ്പോർട്ട് ഈ ദൈവദാസന് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരുവല്ലയിലെ മഞ്ഞാടി വന്നപ്പോൾ എൻ്റെ സകല ഡീറ്റെയിലും, ഒരു ഗവൺമെൻറ് ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോലെ നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റും, എല്ലാ ഫോട്ടോകളും, ഫാമിലി ഫോട്ടോ എന്ന് വേണ്ട എല്ലാ എഗ്രിമെൻറ്റുകളും സൈൻ ചെയ്തുകൊണ്ടാണ് നമുക്ക് 250 രൂപ അനുവദിച്ചു. ആ 250 രൂപ 1 വർഷത്തോളം കിട്ടി. 2ാമത്തെ വർഷമായപ്പോൾ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ 250 രൂപ കട്ട് ചെയ്യുകയും ചെയ്തു. ഞാൻ അത് ഓർക്കുകയാണ്. അതാ കാലത്ത് ഒരു വലിയ സഹായം തന്നെയായിരുന്നു. അന്ന് വലിയൊരു ആത്മീക സംഗമം നടക്കുമായിരുന്നു മഞ്ഞാടിയിൽ. 1000-10,000 പാസ്റ്റർമാരാണ്. അവരെല്ലാവരും വരും. എല്ലാവരും ഇതുപോലെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തവരാണ്. അവർക്കെല്ലാം 250-350 ഒക്കെ രൂപ വെച്ച് ആൾത്തരം പോലെ കൊടുക്കും. അങ്ങനെ ഒരു ആൾ നൈറ്റ് പ്രെയർ അവിടെ നടക്കുമായിരുന്നു. ഞാൻ സംബന്ധിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അനേകായിരങ്ങളെ സംഘടിപ്പിച്ച് അനേകായിരങ്ങൾക്ക് നന്മ ചെയ്ത, അനേകായിരങ്ങൾക്ക് ഒരനുഗ്രഹമായി നിന്ന ആ ദൈവദാസൻ, എന്നാൽ പിൽക്കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഗതി മാറ്റി. തൻ്റെ ദർശനം മാറി, തൻ്റെ ഗതി മാറി, തൻ്റെ പ്രവർത്തന ശൈലി മാറി. അദ്ദേഹം തൻ്റെ വേഷം മാറി, വേഷഭൂഷാദികൾ മാറി. ഇന്ന് അദ്ദേഹം തൻ്റെ ഓട്ടം തികച്ച് കാലയവനിക്ക് പിന്നിലേക്ക്
പോയി മറഞ്ഞു. എന്നാൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇന്ന് അനുശോചനം അറിയിക്കുന്ന ധാരാളം ആളുകളുണ്ട്, ദുഃഖത്തിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇവരാരും തന്നെ ഡോക്ടർ KP യോഹന്നാൻ അദ്ദേഹം ഒരു ഭക്തനായിരുന്നു എന്ന് ആരും പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അത് പറയണം, അതാണ് പറയേണ്ടത്. ഒരു മനുഷ്യൻ, ഒരു ദൈവദാസൻ, അനേക സഭകൾ സ്ഥാപിച്ച ഒരു മനുഷ്യൻ, അനേക ആത്മീയ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊരു മനുഷ്യൻ, അദ്ദേഹം മരിച്ചു പോയപ്പോൾ നമ്മുടെ പെന്തക്കോസ് പാസ്റ്റർമാർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അനുശോചനം അറിയിക്കുമ്പോൾ തന്നെ പറയണം, അദ്ദേഹം ഭക്തനായിരുന്നു, ഭക്തനായ ഒരു നീതിമാനായിരുന്നു. അതാണ് ഒരു പെന്തക്കോസ് പാസ്റ്ററുടെ നാവിൽ നിന്ന്, ചുണ്ടിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ആ ഒരു സാക്ഷ്യമാണ്, ആ ഒരു വാക്കാണ്. ഒരിക്കൽ ഒരു ദൈവദാസനുണ്ടായിരുന്നു. അദ്ദേഹം ഏലിശ എന്ന് പറയുന്ന ആ ഭക്തൻ്റെ കൂടെ ജീവിച്ചു. അദ്ദേഹം ശുശ്രൂഷകളൊക്കെ ചെയ്തു. അദ്ദേഹം മരിച്ചു. അദ്ദേഹം വാർദ്ധക്യം ചെന്നല്ല മരിച്ചത്. അദ്ദേഹം തൻ്റെ യൗവനത്തിൽ തന്നെ ആകസ്മികമായിട്ട് അദ്ദേഹം മരിച്ചുപോയി. എങ്ങനെയാണ് അദ്ദേഹം മരിച്ചതെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അദ്ദേഹം ഒന്നും നേടിയില്ല, ഈ ലോകത്തൊന്നും നേടിയില്ല. ഈ ലോകത്ത് സമ്പാദ്യങ്ങളില്ല. ഈ ലോകത്ത് അദ്ദേഹം സമ്പാദിച്ചു കൂട്ടിയത് കുറേ കടങ്ങൾ മാത്രമാണ്. ഈ കടക്കാരെല്ലാവരും വന്നു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ കടക്കാർ വീട്ടിലെത്തി. അവർ ഭാര്യയെയും മക്കളെയും അവരെ അടിമകളാക്കാൻ വേണ്ടിയാണ് ഈ കടക്കാരെല്ലാവരും വന്നത്. വന്നപ്പോൾ ഈ ഭാര്യ പ്രവാചകന്റെ അടുക്ക വന്ന് പറയുന്നൊരു സാക്ഷ്യമുണ്ട്, എൻ്റെ ഭർത്താവ് ഒരു ഭക്തനായിരുന്നു. അദ്ദേഹം കടമാണ് നേടിയെങ്കിലും ഭക്തനായിരുന്നു. അദ്ദേഹം ഈ ലോകത്ത് ഒന്നും നേടിയില്ലെങ്കിലും ഭക്തനായിരുന്നു. അദ്ദേഹത്തിന് ബാങ്ക് ബാലൻസ് ഇല്ല എങ്കിലും ഭക്തനായിരുന്നു. അദ്ദേഹത്തിന് ആസ്തികളില്ല, വീടില്ല, വയലില്ല, തോട്ടമില്ല, എങ്കിലും അദ്ദേഹം ഭക്തനായിരുന്നു. ഹോവേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ കുറഞ്ഞു വരുന്നു. ഭക്തന്മാർ ജീവിക്കണം, ഭക്തന്മാർ ജനിക്കണം, ഭക്തന്മാർ വളരണം, ഭക്തന്മാർ ഭയഭക്തിയോടുകൂടെ ശുശ്രൂഷ ചെയ്യണം. യഹോവ ഭക്തന്മാർ, അതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി. ഭക്തന്മാരായിരിക്കണം. ഭക്തന്മാരുടെ ചിന്ത, ഭക്തന്മാരുടെ സംഭാഷണം, ഭക്തന്മാരുടെ പ്രവൃത്തി, ഭക്തന്മാരുടെ അവസാനം. യഹോവേ, ഭക്തന്മാർ മരിക്കുന്നത് പോലെ എൻ്റെ അവസാനവും ആയിരിക്കട്ടെ എന്നാണ് ബിലെയാം പ്രവാചകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. യഹോവേ, ഭക്തന്മാർ മരിക്കുന്നത് പോലെ എനിക്കും മരിക്കണം. ബിലെയാം എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, യഹോവേ, ഭക്തന്മാർ മരിക്കുന്നത് പോലെ എനിക്ക് എപ്പോഴും, എനിക്ക് എൻ്റെ അവസാനം ഭക്തന്മാരുടെ അവസാനം പോലെ ആയിരിക്കണം. പക്ഷേ ഭക്തന്മാർ പണത്തിൻ്റെ പിന്നാലെ പോയില്ല. ബിലെയാം പണത്തിൻ്റെ പിന്നാലെ പോയി. ഭക്തന്മാർ ഉപദേശം വിട്ട് സഞ്ചരിച്ചില്ല. ബിലെയാം ഉപദേശം വിട്ട് സഞ്ചരിച്ചു. ഭക്തന്മാർ രാജാക്കന്മാരുടെ അടിമകളായി, ദുരുപദേഷ്ടാക്കന്മാരായി നിന്നില്ല. ബിലെയാം ബാലാക്കിന്റെ കൊട്ടാരത്തിൽ ബാലാക്കിന് പ്രവചിച്ചുകൊണ്ട്, അവന്റെ പണത്തിന് വേണ്ടി പ്രവചിച്ചുകൊണ്ട് ദുരാലോചനക്കാരനായി നിൽക്കുമ്പോഴിതാ ഇസ്രായേൽ സൈന്യം അവിടേക്ക് എരച്ചു കയറുകയാണ്. അവരെ എരച്ചു കയറി ബാലാക്കിന്റെ കൊട്ടാരത്തിനകത്തളത്തിലെത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത് പ്രവചിച്ചുകൊണ്ട് നിൽക്കുന്ന ബിലെയാമിനെയാണ്. അവർ ബിലെയാമിന്റെ കൈ വെട്ടിക്കളഞ്ഞു, ബിലെയാമിന്റെ കാല് വെട്ടിക്കളഞ്ഞു. മാംസമിണ്ടമായി കിടന്ന് പിടച്ച് നിലവിളിക്കുന്ന ബിലെയാമിന്റെ കഴുത്ത് വെട്ടിക്കളഞ്ഞു. ഭക്തന്മാർ മരിക്കുന്നത് പോലെ മരിക്കണം എന്നാഗ്രഹിച്ച ബിലെയാം ദുഷ്ടന്മാർ മരിക്കുന്നതിനേക്കാൾ നീചമായി അവസാനിച്ചു.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസാനം ആദിയേക്കാൾ നല്ലതായിരിക്കണം. ആദിയിങ്കൽ കൈപ്പാകിയിലും അന്ത്യമോ മധുരമത്രേ. ആദിയിങ്കൽ കൈപ്പാകിയിലും അന്ത്യമോ മധുരമത്രേ. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖം ഒന്നുമില്ല. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ഞാൻ ആശാര്യോപദേശിയുടെ കൂടെ ഉണ്ടായിരുന്നയാളാണ്. 1984 ആശാര്യോപദേശി മാങ്കാങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ശാരോൻ ചർച്ചുണ്ട്. ആ ചർച്ച് അവിടെ സ്ഥാപിക്കുന്നതിന് മുമ്പ് ആ ഗ്രൗണ്ടിൽ വെച്ച് ആ ഒരു കൺവെൻഷൻ നടത്തി. 1984 ആശാര്യോപദേശി നടത്തുന്ന കൺവെൻഷനിലാണ് ഈ KP യോഹന്നാൻ ആദ്യമായിട്ട് കടന്നു വന്ന് എനിക്ക് കാണുവാനിടയായത്. അന്ന് ആശാര്യോപദേശി ഈ KP യോഹന്നാനെ കുറിച്ച് അനേക കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അന്ന് നല്ല ആരോഗ്യവാനായ യൗവനക്കാരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു KP യോഹന്നാൻ. അന്നു മുതൽ KP യോഹന്നാനെ എനിക്ക് കാണുവാനിടയായി. പിന്നെ KP യോഹന്നാൻ്റെ നന്മ 2 വർഷത്തോളം എനിക്ക് നേടുവാനിടയായി. അതിനുശേഷം പിന്നെ KP യോഹന്നാൻ നമ്മളെക്കാളൊക്കെ ഒത്തിരി, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ ഒത്തിരി ഉയരങ്ങളിൽ അദ്ദേഹം എത്തിച്ചേർന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ദാരുണമായിരിക്കുന്ന ഒരന്ത്യമാണ്. അതിനകത്ത് അഗാധമായ ദുഃഖമുണ്ട്. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ, തൻ്റെ കുഞ്ഞുങ്ങളെ, തൻ്റെ ബന്ധുമിത്രാദികളെ, തൻ്റെ സഭ 12 യേശു കർത്താവിന് 12 അപ്പോസ്തലന്മാരുള്ളതുപോലെ അദ്ദേഹത്തിന് 12 ബിഷപ്പുമാരും അങ്ങനെ ശിഷ്യന്മാരുണ്ട്. അവരൊക്കെ വളരെ അതീവ ദുഃഖത്തിലാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ, അദ്ദേഹമാണ് ഇനി ഈ സ്വത്തിൻ്റെയൊക്കെ ഉടമ. അദ്ദേഹം ജയിലിലാണെന്നാണ് എൻ്റെ അറിവ്. എനിക്കറിയില്ല ജയിലിലാണോ പുറത്താണോ എന്നറിയില്ല. എന്തായാലും ജയിലിലാണെങ്കിലും ജയിലിൽ കിടന്നു വേണം ഇനിയിപ്പോഴേ ഈ മഹാപ്രസ്ഥാനത്തെ നയിക്കേണ്ടത്. അതിന് വേണ്ട എല്ലാ കൃപയും ശക്തിയും അധികാരവും അഭിഷേകവും ആ ജയിലിൻ്റെ ഉൾമുറിയിലേക്ക് ഇറങ്ങട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. തുറന്നു നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും പെന്തക്കോസ്ത് പാസ്റ്റർമാരുടെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും അവരുടെ നല്ല പ്രഭാഷണങ്ങളോടും കൂടെ, നല്ല അനുശോചന വാക്കുകളോടും കൂടെ ആയിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും ഭക്തന്മാരായിരിക്കുക, അതാണ് നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ, മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ, ഇന്നു നിൻ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ എങ്ങുപോയി നീ മറയും, എങ്ങുപോയി നീ മറയും. ഇന്നു നിൻ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ എങ്ങുപോയി നീ മറയും, എങ്ങുപോയി നീ മറയും. ഇടതു തോളിൽ ക്രൂശും ഏന്തി ലോകെ പോകും മഹേശ,
കരുണയ്ക്കായി കേഴുന്നു ഞങ്ങൾ, കാത്തരുളിടേണമേ, കാത്തരുളിടേണമേ. കർത്താവേ, രാജാവേ, സ്വർഗം അങ്ങയുടെ സിംഹാസനമാണ്, ഭൂമി അങ്ങയുടെ പാദപീഠമാണ്. യേശു കർത്താവേ, ഇന്ന് ഈ അനുശോചന വാക്കുകൾ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗം അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. കർത്താവേ, ഈ ലോകത്ത് വീടും വയലും തോട്ടവുമെല്ലാം നേടുവാനുള്ള സമയം ഇതാണോ എന്ന് ഏലിശ പ്രവാചകൻ ചോദിച്ചതുപോലെ എൻ്റെ കർത്താവേ, ഹല്ലേലൂയ, അനേക ആയിരങ്ങൾ വീടിനു വേണ്ടി, സ്വത്തിനു വേണ്ടി, പണത്തിനു വേണ്ടി, അതുപോലെ മക്കളെ രാജാക്കന്മാരാക്കുവാൻ വേണ്ടി നെട്ടോട്ടത്തിലാണ്. എന്നാൽ ഈ ലോകം മായയാണ്. മായ സകലവും മായ അത്ര എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാർക്കും ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ ഭക്തന്മാർക്കും ദൈവം അവരെ ദൈവത്തിൻ്റെ വചനത്താൽ ആശ്വസിപ്പിക്കട്ടെ എന്ന് അനുശോചന ആശംസ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ KJ പ്രസാദ്. എൻ്റെ നമ്പർ 99 47 33 23 21. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.